സോ നമ്മളൊരു ഫ്രഷ് ക്യാമറ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ക്യാമറ വാങ്ങുകയാണെങ്കിലൊക്കെ ഇതിനിപ്പോൾ ഒരു കിറ്റ് ലെൻസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അധികമായിട്ട് പോയിട്ട് പ്രൈം ലെൻസും അല്ലെങ്കിൽ സൂം ലെൻസൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കിറ്റ് ലെൻസ് തന്നെ ഇപ്പോൾ അധികം ആൾക്കാരും പറയൽ കിറ്റ് ലെൻസ് കൊണ്ട് വലിയ റിസൾട്ട് ഒന്നും കിട്ടില്ല, അതുകൊണ്ട് പ്രൈം ലെൻസോ അല്ലെങ്കിൽ സൂം ലെൻസ് ഇപ്പം ദൂരമുള്ള ഫോട്ടോ എടുക്കാൻ സൂം ലെൻസ് കുഴപ്പമില്ല. കാരണം പ്രൈം ലെൻസും അങ്ങനത്തെ പ്രൊഫഷണൽ ലെൻസൊക്കെ വാങ്ങണമെന്ന് എല്ലാവരും പറയും. ഇപ്പം നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ നല്ലൊരു ലെൻസ് വേണമെന്ന് പറയും. കിറ്റ് ലെൻസ് അതിന് യൂസ് ചെയ്യാനും ഒന്നും വലിയൊരു ഗുണമില്ലാത്ത ലെൻസാണ് എന്നൊക്കെ അധികം ആൾക്കാരും പറയും. സോ ഈ ഒരു കിറ്റ് ലെൻസ് വെച്ചിട്ട് തന്നെ നമ്മളിപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്രൊഫഷണൽ ലുക്കുള്ള ഫോട്ടോസും അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എങ്ങനെ എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് എടുക്കുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താനായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തി കൊടുക്കുക. സോ ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒപ്പം തന്നെ മൊബൈൽ ടിപ്സ് എന്ന വിഷയത്തിലാണ് വീഡിയോസ് ഇടാറുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം, വീഡിയോയിലോട്ട് എടുക്കാം. നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ മാനുവൽ മോഡിൽ അല്ലാണ്ട് ആണെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പോർട്രേറ്റ് മോഡിലോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഔട്ട്ഡോർ നിന്നാണ്, ഇപ്പം ഇൻഡോർ നിന്നാണെങ്കിൽ നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. ഔട്ട്ഡോർ നിന്നാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലർ ആവാൻ നമ്മളൊന്ന് നമ്മുടെ ലെൻസ് ഫുൾ ആയിട്ട് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന് ഫുൾ സൂം ആണെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കോട്ട് മൂവ് ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്യാണ്ട് ബാക്കോട്ട് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോക്കസ് ഇപ്പോൾ മാനുവൽ ആണെങ്കിൽ ഓട്ടോ ഫോക്കസിലാണ് ഇട്ടെടുത്തതിന് ശേഷം മാനുവലായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ഒക്കെ ചെയ്യാൻ കഴിയുക. അപ്പം നമ്മൾ ഇട്ടെടുത്തതിന് ശേഷം ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ട് ഇപ്പം കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രെയിമിൽ വരെ നിങ്ങൾ ബാക്കോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഫോട്ടോ എടുത്താൽ നമുക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലറായിട്ടുള്ള ഫോട്ടോ കിട്ടും. ഇനി നമ്മളൊരു പ്രൊഫഷണൽ ലുക്കിലാക്കി എടുക്കാൻ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്നാപ്സീഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അല്ലേ, നമുക്ക് ഏതൊരു എഡിറ്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്നാപ്സീഡാണ് യൂസ് ചെയ്യുന്നത്. സ്നാപ്സീഡിൽ ഇട്ട് കൊടുക്കുക. സ്നാപ്സീഡിൽ ഇട്ടതിന് ശേഷം ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ നമുക്ക് എഫക്ട്സും പിന്നെ അതിലുള്ള ഗ്രെയിൻസൊക്കെ ഒഴിവാക്കാനും മറ്റു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഗ്രെയിൻസ് ഒഴിവാക്കാൻ പ്ലേ സ്റ്റോറിൽ റെമിനി എൻഹാൻസർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പിൽ നമ്മൾ ഈ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്താൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണിലേക്ക് സേവ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഗ്രെയിൻസ് ഒക്കെ ഒഴിവാക്കാൻ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ഈ ഒരു സ്നാപ്സീഡിലേക്ക് പോകണമെങ്കിൽ സ്നാപ്സീഡിൽ നമ്മൾ ഇപ്പം അധികം ഇപ്പം പ്രൊഫഷണൽ ഫോട്ടോസിലൊക്കെ നമ്മുടെ എഡ്ജസ് ഒക്കെ നല്ല ഷാർപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോയിലെ കാര്യങ്ങളൊക്കെ നല്ല ഷാർപ്പാക്കി കൊടുക്കുക. ചിലപ്പോൾ ഷാർപ്പാവാണ്ടിരിക്കണേക്കും അതിലൊരു ആ ഒരു ഫോട്ടോൻ്റെ ഭംഗി. സോ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈറ്റിങ്ങും പിന്നെ അതിൽ ആ ഒരു ടൈമിലുള്ള എന്താ പറയുക ടെമ്പറേച്ചറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രൊഫഷണൽ ലുക്ക് ആ ഒരു ഫോട്ടോക്ക് വരും. കാരണം ഈ ഒരു ഫോട്ടോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസൊക്കെ ഞാൻ നോർമൽ കിറ്റ് ലെൻസിൽ 4000D ക്യാമറയിൽ തന്നെ എടുത്തൊരു ഫോട്ടോസാണ് ഈ ഒരു ഫോട്ടോസൊക്കെ. അപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിറ്റ് ലെൻസിൽ എടുക്കാൻ കഴിയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതിനും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.